السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. നമ്മൾ കഴിഞ്ഞ ആഴ്ച അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകളുടെ ഉറക്കത്തെക്കുറിച്ചും അതിന്റെ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീകരമായ അള്ളാഹു അവരിൽ സൃഷ്ടിച്ച ഒരു ജീവിതാന്തരീക്ഷത്തെക്കുറിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ ഇൽമിന്റെയും അള്ളാഹുവിന്റെ തഖ്ദീറിന്റെയും ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു. അപ്പൊ മനുഷ്യന് ഹിദായത്തിനുള്ള വഴിയൊരുക്കുകയും അതിനുശേഷം അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോടുള്ള അള്ളാഹുവിന്റെ പിന്നീടുള്ള സമീപനം, അള്ളാഹു എങ്ങനെയാണ് അവരിൽ അള്ളാഹുവിന്റെ തഖ്ദീർ കൊണ്ട് തദ്ബീർ കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു ഇടപെടുന്നത്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മനുഷ്യനെ അവന്റെ ഒരു തജ്രിബയുടെ ഭാഗമായിട്ട് ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക്, ഖലീഫ എന്നുള്ള നിലക്ക് മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ ബലിഷ്ഠമായ നിർമ്മിതികളുടെ ന്യൂനമായ മോഡൽ അവതരിപ്പിക്കുന്ന പ്രപഞ്ചത്തിലെ ചിന്തയും ബുദ്ധിയും വിവേകശക്തിയുമുള്ള സൃഷ്ടിയായി മനുഷ്യനെ കൊണ്ടുവരികയും അവനെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ പഠിപ്പിക്കുവാനും ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുവാനാണ് മനുഷ്യനെ അള്ളാഹു സ്വർഗസമാനമായ അല്ലെങ്കിൽ സ്വർഗീയ അനുഭൂതികളോടുകൂടിയ ഒരിടങ്ങളിൽ അള്ളാഹു മനുഷ്യനെ വെക്കുകയും അവിടെ പിശാചിന്റെ ഇടപെടൽ നടക്കുകയും പിന്നീട് അവനെ താമസിയാതെ തന്നെ അവന്റെ യഥാർത്ഥ ഇടത്തിലേക്ക് അവരെ നിയോഗിക്കുമ്പോൾ അള്ളാഹു മനുഷ്യനോട് പറയുന്ന ഒരു വർത്താനുണ്ട്. നിങ്ങൾക്ക് നമ്മിൽ നിന്ന് മാർഗദർശനം വരും. ആ മാർഗദർശനത്തെ ആരാണോ പിൻപറ്റുന്നത് അവന് ദുഃഖിക്കുകയോ വിഷമിക്കുകയോ വേണ്ടി വരില്ല. ഇവിടെ ഭൂമിയിൽ മനുഷ്യൻ പിന്നീട് എത്തുന്നു. ഇതുപോലെയുള്ള ഈ പറഞ്ഞതുപോലെയുള്ള രണ്ട് വിഭാഗങ്ങളായിട്ട് പിന്നെ മനുഷ്യൻ മാറുന്നു. ആ മാറുന്ന ഇടങ്ങളിൽ അള്ളാഹുവിന്റെ ഇൽമിനെ അള്ളാഹു പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഏതായാലും ആ സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു പറയാണ്, വകദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും, പ്രകാരം നാം അവരെ പുനർജീവിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ നാം എഴുന്നേൽപ്പിച്ചു. അപ്പൊ ഇവിടെ ബഅസ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ ഇതിനെ മുമ്പ് കുറച്ച് വിശാലമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഅസ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് മരിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ മനുഷ്യന്റെ എഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നിടത്താണ് ബഅസ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെയും ബഅസ എന്ന വാക്ക് ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് ബഅസ എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് വെച്ചാല്, ഒരു ദീർഘമായ ഒരു മരണത്തിന് സമാനമായ ഉറക്കിലേക്ക് അള്ളാഹു അവരെ തള്ളിവിടുകയും അവരെ അള്ളാഹു അതിന് വിധേയമാക്കുകയും ശേഷം അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിടെ ബഅസ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഉറക്കം ഒരു മരണമാണ്, അത് മരണത്തിന്റെ കൂട്ടുകാരനാണ് എന്നെല്ലാം ഉള്ള ഹദീസ് ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു വിഷയം സംസാരിക്കുന്നതിന്റെ ഇടയിൽ പരാമർശിച്ചു പോയിട്ടുണ്ട്. വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറഹ്തും ബിന്നഹാരി സുമ്മ യബ്അസുകും ഫീഹി ലിയുഖ്ളാ അജലുൻ മുസമ്മ. വഹുവല്ലദീ യതവഫാകും ബില്ലൈലി, രാത്രിയിൽ നിങ്ങളെ പൂർണ്ണമായി മരിപ്പിക്കുന്നവനാണ്, ഊരിയെടുക്കുന്നവനാണ്. തവഫ എന്ന് പറഞ്ഞാൽ അവന് നിങ്ങളെ ഊരിയെടുക്കുക. അപ്പൊ നമ്മൾ എന്ന് പറയുന്നത്, ഇത് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. നമ്മുടെ ബോഡി, ഈ കാണുന്ന, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ശരീരം നമ്മൾ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് നമ്മൾ റൂഹ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹു ഈ ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള നൽകിയ സമയം തീർക്കാനുള്ള ഒരു അവസരം ഈ വാഹനം നൽകിക്കൊണ്ട് അള്ളാഹു നമുക്ക് കനിഞ്ഞേകുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പൊ നമ്മളിൽ നിന്ന് ഒരു മാവിന്റെ ഒരു തണ്ട്
അതിന്റെ ഞെട്ട് എങ്ങനെയാണോ പിന്നെ ആ മാവിനെ താങ്ങി നിർത്തുന്നത്, ഇതുപോലെയാണ് നമ്മളും ഈ റൂഹും തമ്മിലുള്ള ബന്ധം, റൂഹും നമ്മുടെ ഈ ശരീരവും തമ്മിലുള്ള ബന്ധം. അപ്പോ അതങ്ങ് അറ്റു വീണ് കഴിഞ്ഞാൽ, അത് അയിമന്ന് ആ തണ്ടിൽ നിന്നുള്ള ആ ബന്ധം അങ്ങ് മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മാങ്ങ ഏതുപോലെ മണ്ണിൽ വീഴുകയും അതിന്റെ തൊലി അഴുകിപ്പോകുകയും അതിന്റെ മാംസളമായ ഭാഗങ്ങളിൽ പുഴുക്കളരിക്കുകയും അങ്ങനെ അതിന്റെ വിത്ത് അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നത് പോലെ, നാം എന്ന് പറയുന്ന ഒന്ന്, ആത്മാവ്, നാം സഞ്ചരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും അങ്ങ് വേറിട്ട് കഴിഞ്ഞാൽ ഈ ശരീരം പെടുന്നനെ നിലം പൊത്തുകയും വീഴുകയും, അത് ഒരു മാവിനെ നമ്മൾ പരിചയപ്പെടുത്തിയതുപോലെ ഇതിന്റെ തൊലി അഴുകി അതിന്റെ മാംസളമായ ഭാഗങ്ങളിൽ പുഴുക്കളരിച്ച് അതിന്റെ വിത്തിലേക്ക് അതിനെ മടക്കപ്പെടും. പിന്നീടുള്ള എഴുന്നേൽപ്പിനെയാണ് ബഅസ എന്ന വാക്ക് ശരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോ മരണം എന്ന് പറയുന്നത് അത് നമ്മുടെ വിത്തിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ്. അത് ഓരോ വിത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. ഏതൊരു വസ്തുവിന്റെയും ഏതൊരു പഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം തന്നെ വിത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്, വിത്തിലേക്ക് നോക്കാൻ പറയുന്നത്. അവിടെ എല്ലാം ഈ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇവിടെയും നോക്കൂ, വഹുവല്ലദീ യതവഫാകും ബില്ലൈലി, രാത്രിയിൽ നിങ്ങളെ മരിപ്പിക്കുന്നവനാണവൻ. വയഅലമു മാ ജറഹ്തും ബിന്നഹാരി, പകൽ നേരങ്ങളിലെ നിങ്ങളുടെ ജീവിത സന്ധാരണത്തെ കുറിച്ച് അറിയുന്നവനുമാണവൻ. സുമ്മ യബഅസുക്കും ഫീഹി, ആ ഉറക്കിൽ നിന്ന് അള്ളാഹു നിങ്ങളെ വീണ്ടും അവനെന്താക്കുന്നു, ജീവൻ തിരിച്ചു നൽകി നിങ്ങൾ അവനെ എഴുന്നേൽപ്പിക്കുന്നു, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. സുമ്മ യബഅസുക്കും ഫീഹി, ആ ഭൂമിയിൽ വീണ്ടും നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. ലിയുഖ്ള അജലും മുസമ്മ, നിങ്ങൾക്ക് നിർണയിച്ച നിങ്ങളുടെ ആ അവധി പിന്നെ തീർക്കപ്പെടുന്നത് വരെ നിങ്ങൾ അവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. സുമ്മ യബ്അസുക്കും ഫീഹി ലിയുഖ്ള അജലും മുസമ്മ സുമ്മ സുമ്മ എന്താണ്, പിന്നെ നിങ്ങളെ അവരിലേക്ക് മടക്കപ്പെടും. സുമ്മ യുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും നിങ്ങളെ കയ്യിൽ നാം നൽകുകയും ചെയ്യും. അവിടെ അതുപോലെ തന്നെ പിന്നെ അള്ളാഹു പിന്നെ സൂറത്ത് ഇസ്രാ ഓതി പോകുമ്പോൾ ഇതുപോലെ മരണവും മരണാനന്തര ജീവിതത്തെ കുറിച്ച് ധാരാളം അവിടെ ചർച്ച ചെയ്യപ്പെടുകയും പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഈ വാക്ക് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യർ ചോദിക്കുന്നു, നമ്മള് മരിച്ച് എല്ലുകൾ നുരുമ്പിപ്പോയതിന് ശേഷം എങ്ങനെയാണ് എഴുന്നേൽപ്പിക്കുക? ഒരിക്കലും സംഭവിക്കാത്ത ഒരു വിഷയത്തെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞ് എല്ലാ കാലത്തുമുള്ള മനുഷ്യന്റെ ആ വാദം പിന്നെ അള്ളാഹു ഉദ്ധരിച്ചതിന് ശേഷം അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, ഖുൽ കൂനു ഹിജാറത്തൻ ഔ ഹദീദ, നിങ്ങൾ കല്ലോ പിന്നെ മരമോ കമ്പിയോ നിങ്ങളെ മനസ്സിൽ തോന്നുന്ന എന്തോ നിങ്ങൾ ആയിക്കൊള്ളുക, അള്ളാഹു നിങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് സംഭവിക്കുക? അള്ളാഹു പറയാണ്, നിങ്ങൾ ആദ്യഘട്ടം ആര് സൃഷ്ടിച്ചുവോ അവൻ തന്നെ നിങ്ങളെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത്, ഫതസ്തജീബൂന ബിഹംദിഹി വതദുന്നൂന ഇല്ലബിസ്തും ഇല്ലാ ഖലീല, അള്ളാഹു നിങ്ങളുടെ ചാരങ്ങളിൽ നിന്നും എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അല്പം നിമിഷം മാത്രമേ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ അറിയും. ഇവിടെ അതും പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വകദാലിക ബഅസ്നാഹും, നാം അവർ രണ്ടാമത് നാം എഴുന്നേൽപ്പിക്കുന്നു. ലിയതസാഅലു ബൈനഹും, അവർക്കിടയിൽ അവർ പരസ്പരം ചോദിക്കുവാൻ വേണ്ടി. നമ്മളും ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ആദിക്കേ പറഞ്ഞു വെക്കുന്നത്, നിങ്ങളുടെ ഉറക്കണ്ടല്ലോ, അത് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തെ പഠിപ്പിക്കുന്ന ഒരു മഹാസംഭവമാണ് ഉറക്കം എന്നുള്ളത്. അത് ഒരു മരണത്തിന്റെ കൂട്ടുകാരനാണ്. അന്നൗമു അഹുൽ മൗത്തി എന്ന് പറയുന്ന ഹദീസ് പിന്നെ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സ്വഹീഹായ ഹദീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അദ്ദേഹം പറയുന്നത്, റസൂലുള്ള പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഉറക്കം എന്നുള്ളത് മരണത്തിന്റെ കൂട്ടുകാരനാണ്. അപ്പോ പിന്നെ ഇവിടെ ഒരു ദീർഘമായ ഒരു ഉറക്കിന് ശേഷം, അള്ളാഹു അവരെ ഉറക്കിക്കിടത്തിയതിന് ശേഷം അള്ളാഹു അവരെ എഴുന്നേൽപ്പിക്കുമ്പോൾ ബഅസ എന്ന വാക്ക് ഉപയോഗിക്കുകയും അവർ പരസ്പരം അത് ചോദിക്കുവാൻ വേണ്ടി, എന്താണ് ഖാല ഖായിലും മിൻഹും, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവര് ചെറിയ സംഘമാണെങ്കിലും ഇവരിൽ എന്തുണ്ട്, ഒരു നായകനുണ്ട്. പൊതുവെ നമ്മളും അങ്ങനെയാണല്ലോ, ഒരു കൂട്ടം കൂട്ടി പോകുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകളോ അല്ലെങ്കിൽ ഒരാളോ അവിടെ നടന്ന സംഭവത്തെ കുറിച്ച്, എടോ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കുമല്ലോ. എന്താണിത്, എന്താണ് സംഭവിച്ചത് എന്ന് ഒരാൾ ചോദിക്കുന്നത് പോലെ അവരിൽ ഒരാൾ ചോദിച്ചു, എന്താണ് കം ലബിസ്തും, നമ്മള് എത്ര എത്രയാണ് ഇപ്പോ ഇവിടെ കിടന്നുറങ്ങിയത്. അപ്പൊ അവരെല്ലാരും കൂടി പറയാണ്, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ. എന്തിനാണ് ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ എന്ന് പറയുന്നത്? ഇവിടെ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കാൻ മനുഷ്യൻ പലപ്പോഴും കാരണമായിട്ട് കാണുന്നത് കാലമാണ്. കാലത്ത് അവൻ എണ്ണുന്നു എന്നുള്ളതാണ്. കാലത്തെ എണ്ണിക്കൊണ്ടാണ് മരണാനന്തര ജീവിതത്തെ പലപ്പോഴും മനുഷ്യൻ നിഷേധിക്കുന്നത്. അപ്പൊ അവർ പറയാണ്, ഇപ്പൊ 2024 എത്രയോ കാലം കഴിഞ്ഞു പോയി, എത്രയോ ആളുകൾ മരിച്ചുപോയി. അവരുടെ എല്ലാം തന്നെ ശവകുടീരങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാല് ചിലപ്പോ എല്ലുകൾ പോലും കാണൂല, എല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് മനുഷ്യൻ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ആരാണ് അവനെ എഴുന്നേൽപ്പിക്കുക? അപ്പൊ ഇതെല്ലാം ഒരു പൊള്ളത്തരവും വെറും വിഡ്ഢിത്തവും മാത്രല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരണത്തിന് ശേഷം ജീവിതം ഉണ്ട് എന്നുള്ളത്. അപ്പൊ കാലം എണ്ണുന്നു എന്നുള്ളതാണ്. ഐഹാത്ത ലിമാ തുഅദൂൻ ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ല ദഹർ. ഒരിക്കലും സംഭവിക്കാത്ത ഒന്നാണ് മരണാനന്തര ജീവിതം എന്നുള്ളത്. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു, കാലമല്ലാതെ നമ്മിൽ ഇടപെടുന്നില്ല, എല്ലാം കാലത്തിന്റെ കളികളാണ് എന്നാണ്. പുതിയ ലോകത്തിന്റെ വാദവും അങ്ങനെയാണ്, എല്ലാം കാലത്തിന്റെ കളികളാണ്, ഇതെല്ലാം ഒരു പ്രതിഭാസമാണ് എന്നാണ് പറഞ്ഞത്. അള്ളാഹു എല്ലാ ലോകത്തുമുള്ള എല്ലാ കാലത്തുമുള്ള മനുഷ്യന്റെ വാദത്തെ അള്ളാഹു ഉദ്ധരിക്കുകയാണ്. ഇവിടെ അസ്ഹാബുൽ കഹഫ് 350 വർഷമാണ് ഉറങ്ങിയത്. അവര് 350 വർഷം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, എത്ര സമയം നമ്മൾ ഉറങ്ങി. ഇവിടെ വേറൊരു വിഷയം കൂടി ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ്, അവരങ്ങനെ ചോദിക്കുമ്പോൾ അവര് എഴുന്നേറ്റപ്പോ അവരുടെ ശരീരത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല, ഒരു മാറ്റവും കാണുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ പോലെ ശരീരത്തിൽ ഉണ്ടാവണം. അവർ യുവാക്കളായിരുന്നു. അവരെ മുടിയെല്ലാം 350 വർഷം കിടന്ന് മുടിയെല്ലാം അത് പിന്നെ അതിൽ നരബാധിച്ച് ശരീരത്തെല്ലാം പിന്നെ വാർദ്ധക്യത്തിന്റെ അടയാളം രൂപപ്പെട്ട് അങ്ങനെ അവരുടെ കോലെല്ലാം അവർ ഉദ്ദേശത്തിൽ നിന്നും ഏറെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും, നമ്മള് കുറെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അപാരമായ അള്ളാഹുവിന്റെ തദ്ബീറിന്റെ ഉള്ളിൽ, തഖ്ദീറിന്റെ അള്ളാഹുവിന്റെ ഇടപെടലിന്റെ ഭാഗമായി അവരുടെ ശരീരത്തിൽ ഒരു പോറലും ഒരു മാറ്റവും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. ഒരു മഹാദൃഷ്ടാന്താണ്. നമ്മളിതെല്ലാം വായിച്ചു പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, നമ്മള് സൂര്യന്റെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള മാറ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് അതെങ്ങനെ സംഭവിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചത്. അത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത് നമ്മൾ ഇത് ഓതി പോകുമ്പോൾ നമ്മുടെ ചിന്തയിൽ അത് വരുന്നില്ല. എങ്ങനെയാണ് 350 വർഷം ഒരു മനുഷ്യർ മണ്ണ് കിടന്നു, എന്നിട്ട് അവർ കിടന്ന് അതേ രൂപത്തിൽ അവർ എഴുന്നേൽക്കുകയാണ്. അപ്പൊ പടച്ച തമ്പുരാന്റെ അളമത്ത്, അവന്റെ കുദ്റത്ത് ഒന്നും നമ്മളിവിടെ ചിന്തിക്കണില്ല. ഒരു 350 വർഷം ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഒരു പോറലുമേൽക്കാതെ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരാതെ അവനെ അള്ളാഹു സൂക്ഷിക്കാൻ അള്ളാഹു കഴിവുറ്റവനെങ്കിൽ, അള്ളാഹുവിന്റെ ഏത് നിർമ്മിതിയുടെയും അതിന് നൽകുന്ന ഒരു സുന്നത്തുൽ കൗനിയ, ഒരു പ്രാപഞ്ചിക നിയമത്തെ അതിനെ അതിനെ അതനുസരിച്ച് അതിനെ ചലിപ്പിക്കുവാനും ചലിപ്പിക്കാതിരിക്കുവാനും കഴിവുറ്റവനാണ് അള്ളാഹു. ഭൗതിക മനുഷ്യ ശരീരത്തിന് അവന്റെ ഓരോ സമയവും മാറുന്നതിനനുസരിച്ച് അവന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനാണ് കാലവും രാവും പകലുമെല്ലാം അള്ളാഹു നിർണയിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറയുണ്ടായി,
അള്ളാഹുവിന്റെ സംവിധാനങ്ങളുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്നിടത്തെല്ലാം തന്നെ ഹംദ് കൊണ്ട് അള്ളാഹു തുടങ്ങുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? 5 സൂറത്തിലാണ് ഹംദ് കൊണ്ട് തുടങ്ങുന്നത്. ഈ 5 സൂറത്തും മനുഷ്യന്റെ ഈ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിന്റെ അഗാധതയെ സൂചിപ്പിക്കുന്ന ഇടങ്ങളില്, അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യമായ ചില സംവിധാനങ്ങൾ ഒരുക്കുന്നിടത്ത്, അതിനുശേഷം അതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യന് നിയമങ്ങൾ നൽകുന്നിടത്ത്, അതിനുശേഷം മനുഷ്യന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം കൊണ്ട് അവന്റെ ജീവിത നിമിഷങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതിനെ, അതിനുശേഷം അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറയുന്നിടത്ത് ഹബ്ദ് കൊണ്ട് തുടങ്ങുന്നു. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ലോകങ്ങളെ മുഴുവനും പടച്ച് പരിപാലിക്കുന്ന ജഗദീശ്വരനാണ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതികൾ എന്ന് പറയാണ്. അവിടെ അത് വലിയ ഒരു അഗാധമായി ചിന്തിക്കേണ്ട, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ്, ഇതിനെല്ലാം തന്നെ തെറ്റാതെ പിഴക്കാതെ അള്ളാഹു ചലിപ്പിക്കുകയാണ്, ഒന്നും കൂട്ടിമുട്ടാതെ ചലിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ബൃഹത്തായ സംവിധാനത്തിന്റെ സംവിധായകന് അള്ളാഹു സ്തുതികൾ അർപ്പിക്കുകയാണ്. അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ചിന്തിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. രണ്ടാമത് പിന്നെ അള്ളാഹു രാവും പകലിനെയും കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ജീവിതത്തെ അതിൻ്റെ ഇടയിൽ ക്രമീകരിക്കുവാൻ, ഓരോ സൃഷ്ടികളുടെയും ജീവിതത്തെ ക്രമീകരിക്കുവാൻ ആവശ്യമായ ഒരു ഇടപെടൽ രാപ്പകലിനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അള്ളാഹു ഹംദ് പറയുന്നു. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല ദുലുമാതി വന്നൂർ എന്ന് പറഞ്ഞിട്ട് ഹംദ് പറയാണ്. പിന്നെ മൂന്നാമത്തെ എന്താണ്? അത് മാത്രം പോരാ, അവിടെ മനുഷ്യന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമുണ്ട്. അപ്പോ അള്ളാഹു വീണ്ടും ഹംദ് പറയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇബജ. ഒരു ന്യൂനതയും ഇല്ലാത്ത, ഒരു 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 വക്രതയും ഇല്ലാത്ത, ഒരു 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 ലെവലേശം പിഴവ് കാണാത്ത ഒരു ബലിഷ്ഠമായ നിയമം അള്ളാഹു നൽകി. അവിടെയും അള്ളാഹു ഹംദ് പറയാണ്. പിന്നെ ജാഇലിൽ മലായികത്തി റുസുല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവിടെയും ഹംദ് പറയാണ്. സൂറത്ത് ഫാത്തിർ ആണെന്നാ തോന്നുന്നത്. എന്തുകൊണ്ട് മലായിക്കത്തിനെ പരാമർശിച്ചു? അബ്ദുൽ കരീം സൈദാനെല്ലാം പറയുന്നത് പോലെ അവര് മനുഷ്യന്റെ ഓരോ ചലനങ്ങളെയും റെക്കോർഡ് ചെയ്യുന്നവരാണ്. അപ്പോ മനുഷ്യൻ അത്ഭുതത്തോടു കൂടി കാണല്ലേ, അവന്റെ ഓരോ മൂവ്മെന്റ്സുകളും ഒപ്പിയെടുക്കുകയാണ് മനുഷ്യൻ തന്നെ. എന്നിട്ട് അവന്റെ വായടപ്പിക്കുകയാണ്. അവൻ ചെയ്ത കർമ്മങ്ങളെ നിഷേധിക്കുമ്പോൾ അവന്റെ മുമ്പിൽ അവന്റെ ഓരോ ചലനങ്ങളെയും അവനെ പിന്നെ വിഷ്വലായിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവനെ നിശബ്ദനാക്കുന്ന പുതിയ ലോകം. അപ്പൊ അള്ളാഹു അവനൊരിക്കലും അനീതി കാണിക്കൂല മനുഷ്യനോട്. അള്ളാഹു ഒരു ലെവലേശം അനീതി കാണിക്കാത്ത രൂപത്തിൽ മനുഷ്യന് വിധി പറയുന്ന ദിവസമുണ്ട്. അവിടെ അവന്റെ റെക്കോർഡുകൾ കൊണ്ടുവരും, അവന്റെ കർമ്മപുസ്തകങ്ങൾ കൊണ്ടുവരും, തെറ്റാതെ പിഴക്കാത്ത കർമ്മപുസ്തകങ്ങൾ. അവിടെയും അള്ളാഹു ഹംദ് പറയുകയാണ്. അതുകൊണ്ടാണ് മലായിക്കത്തിനെ ക്യാമറ കണ്ണുകളായിട്ട് പിന്നെ അബ്ദുൽ കരീം സൈദാൻ പരിചയപ്പെടുത്തുന്നത് അല്ലെ? വമാ തൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈക റഖീബുൻ അതീദ്. നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളെയും റഖീബും അതീദും രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് അൻആമിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫളതൻ. നിങ്ങളെ സൂക്ഷിക്കുന്ന, നിങ്ങളെ നിരീക്ഷിക്കുന്ന പിന്നെ മാലാഖമാരെ, ചില ആളുകളെ നിങ്ങളോടൊപ്പം അള്ളാഹു ചേർത്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മരണം വരുന്നു, ആ മരണത്തിന് നിയോഗിച്ച മാലാഖമാർ നിങ്ങളെ പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്ത് വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫളതൻ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ. നമ്മുടെ റുസുൽ കണ്ടോ, അവിടെയും റുസുൽ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നമ്മുടെ ദൂതന്മാർ നിങ്ങളെ പിടികൂടും. തവഫത്തുഹു റുസുലുനാ. അപ്പൊ അവര് അള്ളാഹുവിന്റെ ക്യാമറ കണ്ണുകളാണ്. നിങ്ങൾ ഏത് കോട്ടകൊത്തളങ്ങളിൽ ഒളിച്ചാലും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അവർ ഊരിയെടുക്കുന്നു, ആത്മാവ് ഊരിയെടുക്കുന്നു. പിന്നെന്താണ്? പിന്നെ യൗമുൽ ഖിയാമ കൊണ്ടുവരേണ്ടതുണ്ട്, അത് അനിവാര്യമാണ്. അതില്ലെങ്കിൽ നീതി നടപ്പാക്കാൻ പറ്റൂല. അപ്പൊ അത് സൃഷ്ടിക്കുന്ന നമ്മൾ മരിച്ചതിന് ശേഷം എല്ലാ ജീവജാലങ്ങളെയും എഴുന്നേൽപ്പിക്കുക, എന്നിട്ട് അവയെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നീതി നടപ്പാക്കുന്ന ഒരു ലോകം ഉണ്ടാകുക. അത് മനുഷ്യന് സാധ്യമല്ല. മനുഷ്യന് മരിച്ച് ഒരാള് പിന്നെ ഒരു പിന്നെ ഉത്കൃഷ്ടമായ കർമ്മത്തിൽ ഏർപ്പെടുന്നതിനിടെ
ഒരാൾ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ ആ കർമ്മത്തിന്റെ മൂല്യത്തെ പരിഗണിച്ചുകൊണ്ട് പുതിയ ലോകത്ത് എന്താക്കും? അവന് പാരിതോഷികങ്ങൾ നൽകും. അവന്റെ അവന്റെ പിൻഗാമികൾക്ക് ജോലിയോ അല്ലെങ്കിൽ അവരെ ആ മരിച്ച വ്യക്തിയെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാളുടെ പിന്മുറക്കാർക്ക് പിന്നെ സംവിധാനങ്ങൾ എന്താക്കും? പലതും ഒരുക്കി നൽകും. അല്ലെ? നമ്മുടെ നാട്ടില് ഒരു മനുഷ്യന് പിന്നെ ഈ പിന്നെ ഒരു വെള്ളക്കുഴിയിൽ വീണപ്പോ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരാൾ മരിക്കുകയും അയാൾ ഇറങ്ങിയ ആളും അയാൾ മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ പിന്നെ അയാളുടെ ആ കർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങണു. ആ രക്ഷിക്കാൻ ഇറങ്ങിയ ആൾ തന്നെ മരിക്കുമ്പോൾ ആ കർമ്മത്തെ മനുഷ്യൻ കാണുന്നത് ഏറ്റവും മഹോന്നതമായ ഒരു കർമ്മമായിട്ടാണ്. അതിന് ആളുകളെല്ലാം തന്നെ അവരെ സ്തുതിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ആ മരിച്ചവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും അതിന് പാരിതോഷികമായിട്ട്. എന്നാല് ഒരാളെ പിന്നെ പിന്നെ കത്തി കൊണ്ട് കുത്തി അല്ലെങ്കിൽ ഒരാളെ വധിച്ചു, അയാളുടെ സമ്പത്തുകൾ മുഴുവൻ മോഷ്ടിച്ചു, അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്ത് ഒരു കുഴിയിൽ വീണ് അയാൾ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളെ മരണാനന്തര ശിക്ഷ മനുഷ്യന് നൽകാൻ പറ്റുമോ? നൽകാൻ പറ്റൂല. അപ്പോ ഒരു ശിക്ഷാലോകം അനിവാര്യമാണ്. അപ്പൊ അത് നിർമ്മിക്കപ്പെടേണ്ടതുണ്ട്. ഇവരെ എഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. അതിനെ ആരെഴുന്നേൽപ്പിക്കും? അപ്പൊ അള്ളാഹുവിന്റെ ആ കുദ്റത്തിനെ, അള്ളാഹുവിന്റെ ആ മഹാ അളമത്തിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നിടത്തും അള്ളാഹു ഹംദ് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ നാളെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ പറയുന്ന, നമ്മളും എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ പറയും. അപ്പൊ നമ്മൾക്ക് ഒരു സമൂഹത്തെ അള്ളാഹു മരിപ്പിക്കുകയാണ്. ഇതിനു മുമ്പ് പിന്നെ മരിച്ചു കിടന്ന ഒരു സമൂഹത്തെ ജീവിപ്പിച്ച ഇസ്രായേലികളെ മാത്രമാണ്. മൂസാ നബിന്റെ കൂടെ പിന്നെ ലിഖാഇനായിട്ട് പോകുന്ന ഒരു സംഭവത്തെ അള്ളാഹു പറയുന്നുണ്ടല്ലോ. സൂറത്ത് പിന്നെ അറാഫിൽ അള്ളാഹു ആ സംഭവം പറയുന്നുണ്ട്. അള്ളാഹു മൂസാ നബിയോട് തന്റെ സമൂഹത്തിൽ നിന്ന് ചില ആളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പിന്നെ തൂർസീന മലയിലേക്ക് പോകുകയും അവിടെ വെച്ച് അള്ളാഹു പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹിനെ കാണുന്നെന്ന് പറയുമ്പോൾ അള്ളാഹു ആ മല ചലിപ്പിക്കുകയും അതിനുശേഷം എല്ലാവരും മരിച്ചു വീഴുന്ന ഒരു സംഭവമുണ്ട്. മൂസാ നബി അള്ളാഹുവിനോട് അവിടെ വെച്ചിട്ട് ഇത് വല്ലാത്തൊരു ഫിത്രയായി പോയി, പിന്നെ പടച്ചോനെ ഇതിന് മുമ്പ് തന്നെ നിനക്ക് അവരെ ശിക്ഷിക്കാമായിരുന്നല്ലോ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള മൂസാ നബിയുടെ വർത്തമാനല്ലോ അള്ളാഹു അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ മരിച്ചു കിടക്കുമ്പോ പിന്നെ ജീവിപ്പിച്ച ഒരു സംഭവം ഇസ്രായേലികളെയാണ്. അതുപോലെ തന്നെ ഉസൈറിനെയും ഇതുപോലെ 100 വർഷം ഉറക്കിക്കിടത്തി എഴുന്നേൽപ്പിച്ച ഒരു സംഭവം അള്ളാഹു പറയുന്നത്. പിന്നെ കം ലബിസ്ത ലബിസ്ത മിഅത ആമിൻ, 100 വർഷം കിടന്നു, ഫൻദുർ ഇലാ തുആമിക വശറാബിക ലം യതസന്ന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ ദൃഷ്ടാന്തത്തെ അവിടെയും അള്ളാഹു പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുക, അതിനൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ ഒട്ടകത്തിലേക്ക് നോക്കൂ, നിന്റെ കഴുതയിലേക്ക് നോക്കൂ, അത് ദ്രവിച്ച് ഒന്നുമില്ലാതെയായി മാറിയിരിക്കുന്നു. ഇനി നീ അങ്ങോട്ട് നോക്കി നിൽക്കുക എന്ന് പിന്നെ ഉസൈറിനെ അള്ളാഹു ഉണർത്തുകയും ഉസൈർ നോക്കി നിൽക്കുന്ന സമയത്ത് അതിന്റെ ചാരത്തിൽ നിന്ന് പെടുന്നനെ ആ കഴുതങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യാണ്. അപ്പൊ എന്താണ് കാരണം? പടച്ചോനെ, ഈ നശിച്ചുപോയ പട്ടണത്തെ ആർക്കാണ് ഇതിന്റെ പഴയ അവസ്ഥയിലേക്ക് നീക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമാണ് ആ പ്രശ്നമായത്. അപ്പോ പിന്നെ ഇതുപോലെ പിന്നെ 100 വർഷം മരിപ്പിച്ച് കിടത്തിയ ഉസൈറിനെ കുറിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. ഇവിടെ 309 വർഷമാണ് ഇവരെ അള്ളാഹു ഉറക്കിക്കിടത്തിയത്. അള്ളാഹു പിന്നെ അവരെ എഴുന്നേൽപ്പിക്കുന്നു. അവരെ ശരീരത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല. ഏതെങ്കിലും മാറ്റം കാണണ്ടേ? അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് അവർ അത്ഭുതത്തോട് കൂടി ചോദിക്കുകയാണ്, എത്ര ദിവസമാണ് നമ്മൾ ജീവിച്ചത്? യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ? നമ്മൾ ഇങ്ങനെ ചോദിക്കുന്ന. അതുകൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു എല്ലാ മനുഷ്യനോടും ഇതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യം, മനുഷ്യനെ അള്ളാഹു നേരിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ അള്ളാഹു എടുത്തു കാട്ടുന്നുണ്ട്. കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, നിങ്ങൾ എത്ര വർഷമാണ് ഭൂമിയിൽ ജീവിച്ചത്? മനുഷ്യർ പരസ്പരം ചോദിക്കുന്ന ഈ ചോദ്യം അള്ളാഹു നാളെ ഓരോ മനുഷ്യനോടും ചോദിക്കുന്ന സൂറത്ത് മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നുണ്ട്. കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷമാണ് നിങ്ങൾ ജീവിച്ചത്? കാരണം കാലം എണ്ണീറ്റാണല്ലോ മനുഷ്യൻ ഇത് നിഷേധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അള്ളാഹു ചോദിക്കും, നിങ്ങൾ എത്ര വർഷം ജീവിച്ചു? അന്ന് നമ്മളെല്ലാവരും പറയത്രേ, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഇതേപോലെ പറയുന്ന ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ? ഇല്ല. ഫസ്അലിൽ ആദീൻ, പടച്ചോനെ നിന്റെ കണക്കെടുപ്പുകാരോട് നീ ചോദിക്കുക.
മാലാഖമാരോട് ചോദിക്കുക, കാലത്തെ എണ്ണിയ മാലാഖമാരോട് നീ ചോദിക്കുക. അപ്പൊ അല്ലാഹു പറയും ഇല്ലബിസ്തും ഇല്ല ഖലീല, ഒരു സെക്കൻഡിന്റെ അംശം പോലും നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ കുറെ ജീവികളിലേക്ക് നോക്കിയാൽ മതി, നമുക്ക് ഒരു ജീവിതത്തിന്റെ താളം തിരിച്ചറിയാൻ പറ്റും. എന്താണ്, നിങ്ങൾ നിലമ്പൂരിലുള്ള തേക്കുംകാടില്ലേ, നിലമ്പൂര്, അവിടെ പിന്നെ 350 വർഷം പഴക്കമുള്ള 450 വർഷം പഴക്കമുള്ള തേക്കുണ്ട്. ഗ്രീൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ഒരു പിന്നെ പഠനം അനുസരിച്ച് കാലിഫോർണിയയിൽ ഒരു വൃക്ഷം ഉണ്ട് എന്നാ, 4804 വർഷം പഴക്കമുള്ള ഒരു വൃക്ഷം ഇന്ന് ലോകത്തുണ്ട്. 4804 വർഷം പഴക്കമുള്ള. അപ്പൊ നമുക്ക് കാലിഫോർണിയയിലേക്ക് നമുക്ക് പോണ്ട, നമ്മളിലും ഏറെക്കുറെ കേരളക്കാരായതുകൊണ്ട് നമുക്ക് നമ്മളെ നിലമ്പൂരിലുള്ള തേക്കുംകാട്ടിലേക്ക് പോവാം. അപ്പൊ തേക്കുംകാട്ടിൽ പോയി കഴിഞ്ഞാൽ 350 വർഷം പഴക്കമുള്ള തേക്കുണ്ട് അവിടെ. പ്രൗഢമായിട്ട് അതിന്റെ ചില്ലകൾ വിരിച്ച് ഓരോ സമൂഹത്തിന്റെയും പിന്നെ ജീവിതത്തെ നോക്കിക്കണ്ട ഒരു 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 വൃക്ഷം. അപ്പൊ അതിന്റെ ചോട്ടില് നമ്മൾ പോയി നിന്നാല് നമുക്ക് എത്ര സമയം നൽകും? 350 വർഷം, ഇത്ര 350 വർഷമാണോ 450 വർഷം പഴക്കമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അത്ര ഞാൻ ഈ പറഞ്ഞതിലൂടെ അടുത്തുണ്ട്, ഞാൻ കുറെ മുമ്പ് അവിടെ പോയി കണ്ടിട്ടുണ്ട് അത്. അപ്പോ അതിന്റെ അടുത്ത് പോയി നിന്നാൽ നമുക്ക് എത്ര സമയം നൽകും? 60 വർഷം ജീവിക്കണേ, ഒരു 70 വർഷം ജീവിക്കണേ, നമുക്ക് ഈ തേക്ക് എത്ര സമയം നൽകുക? ആ സമയം ആപേക്ഷികമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഗ്രീൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ ഈ കാലിഫോർണിയയിലെ ഈ 4804 വർഷം പഴക്കമുള്ള ആ വൃക്ഷത്തിന് ചോട്ട് പോയി നിന്ന് കഴിഞ്ഞാല് ഈ 60 വർഷം ജീവിക്കുന്ന മനുഷ്യൻക്ക് അത് നൽകുന്ന സമയം എത്ര? ഒരു സെക്കൻഡിന്റെ അംശമാണ് നൽകുക. അപ്പോ സമയം ആപേക്ഷികമാണ്. പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ 24 മണിക്കൂറിന്റെ ഉള്ളിൽ അള്ളാഹു നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ അള്ളാഹു പാകപ്പെടുത്തിയിരിക്കുകയാണ്. ചില ഗ്രഹങ്ങളുണ്ട്, അത് സൂര്യനെ വലയം ചെയ്ത് 48 മണിക്കൂർ കൊണ്ടാണ്. അപ്പോ അള്ളാഹു നമ്മളോട് ചോദിക്കും, നിങ്ങൾ എത്ര വർഷം ജീവിച്ചു? അപ്പൊ നമ്മൾ പറയും ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ. ഇല്ല, മനുഷ്യന്റെ സെക്കൻഡേ ഈ ഭൂമിയിൽ ജീവിക്കണുള്ളൂ കേട്ടോ. ഒരു സെക്കൻഡിന് അള്ളാഹു നൽകിയ വിശാലതയാണ് നമ്മൾ പറയുന്നത് 60, 70, 40 എന്നല്ല. ആ സെക്കൻഡിന് അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നൽകിയ വിശാലതയാണ്. നമ്മൾ ഏത് നിമിഷവും ഇപ്പൊ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉറങ്ങാൻ പോയി കിടന്നതിന് ശേഷം, അല്ലെങ്കിൽ ഉറങ്ങും, ഏത് ജീവിതത്തിൽ ഏത് വഴിയിലും പെടുന്നങ്ങ് നമ്മൾ ഈ ശരീരം അങ്ങ് വീണുപോകും, നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. അത് അള്ളാഹിന്റെ കയ്യിലുള്ള ഒരു സംഭവമാണ്, പടച്ചവൻ. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, യൗമുൽ ഖിയാമ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സൂറത്ത് വാഖിയയുടെ അവസാനം വായിച്ചു നോക്കിയാൽ മതി. അന്ത്യനാളില്ല എന്നുള്ള വാദമാണ് നിങ്ങൾക്കെങ്കിൽ, നിന്റെ സഹോദരൻ മരണാശയിൽ കിടക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് നീ നോക്കി നിൽക്കുന്നോ? നിന്നേക്കാളും അവനോട് നാം അടുത്ത് നിൽപ്പുണ്ട്, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ. ഇനി അന്ത്യനാളില്ല എന്നുള്ള വാദാണോ നിങ്ങൾക്കെങ്കിൽ, ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒന്നിനെ നിങ്ങൾ പിടിച്ചു വെക്കൂ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണല്ലോ ഇത് 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 നിശ്ചലമാകുന്നത്, നിർജീവമാകുന്നത്. പിന്നെ അതിന്റെ ചൂടറ്റ് പോകുകയും 2 നാള് കഴിഞ്ഞാല് ആ ശരീരം ഒന്നും ഇങ്ങനെ പിടിക്കാൻ പറ്റൂല. അത് പിടിച്ചു കഴിയുമ്പോഴേക്ക് വേണമെങ്കിൽ ആ മാംസം നമ്മളെ കയ്യിലുണ്ട് വരും. ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ പിടിച്ചാലോ അല്ലെങ്കിൽ വലിച്ചാലോ ഒന്നുമില്ല. നമ്മളെല്ലാം ഗുസ്തി കൂടുമ്പോൾ കൈ പിടിച്ച് വലിക്കുന്നു, ഉന്തുന്നു, തള്ളുന്നു. എന്നാല് അങ്ങനെ 2 ദിവസം കഴിഞ്ഞൊരു മയ്യത്തിനെ പിടിച്ചു നോക്കി, പേരെന്നെ മാറിപ്പോകും അല്ലേ? നാമം ചുമക്കുന്ന ഞാൻ വിട ചൊല്ലവേ എൻ കൂട് മറ്റൊരു നാമം ചുമക്കുന്നു. ജീവിതപാതയിൽ ഓടിത്തളർന്ന ഈ മൺകൂട് പിന്നീട് മണ്ണോട് ചേരുന്നു. നാമം ചുമക്കുന്നത് ശരീരമല്ല, നാമം പേറുന്നത് ഈ റൂഹാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാല് ആകാശ ലോകത്ത് ഇതിന്റെ റൂഹിന്റെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല നാമങ്ങളെ കൊണ്ട് മാലാഖമാർ സംബോധനം ചെയ്യുമെന്ന് റസൂലുള്ളാഹി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കണ്ണ് റൂഹിനെ നമ്മെ പിന്തുടരുമെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കണ്ണിങ്ങനെ മറിഞ്ഞു പോകുന്നത് എന്നും പരിശുദ്ധ റസൂല് ആ ഹദീസിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വിട ചൊല്ലുന്ന ഒരു നിമിഷത്തെയാണ്
മരണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു നിമിഷം മാത്രം, അത് മറ്റൊരു വിഷയമാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ നമ്മളെ വിഷയത്തിലേക്ക് വരാം. വളരെ ചെറിയൊരു നിമിഷമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ നിമിഷത്തിന് നമ്മൾ ഒരു 20 വർഷമോ അല്ലെങ്കിൽ 30 വർഷമോ 40 വർഷമോ 50 വർഷമോ ഏറി വന്നാൽ ഒരു 100 വർഷം നമ്മൾ എന്താക്കും, നമ്മൾ അതിനൊരു പേരൊരു 100 വർഷം ജീവിച്ചു. പക്ഷെ അത് നിമിഷം മാത്രമാണ്. അള്ളാഹു പറയുന്നത് ലബിസ്തും ഇല്ല കലീല, ഒരു ചെറിയൊരു നിമിഷം മാത്രമേ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. ലൗ അന്നക്കും കുൻതും തഅലമൂൻ, പിന്നെ നിങ്ങൾ ആ ആപേക്ഷികത തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഓതി വെച്ച സൂറത്ത് ഇസ്രാഇന്റെ ആ പിന്നെ മനുഷ്യന്റെ നിഷേധഭാവത്തെ എടുത്തു കാണിച്ച് അള്ളാഹു പിന്നീട് എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കുന്നത് എന്നുള്ളതിന് അള്ളാഹു വീണ്ടും പറഞ്ഞ് അതിനുശേഷം പറയുന്നത് ഫതസ്തജീബൂന ബിഹംദിഹി വതുളുന്നൂന ഇല്ലബിസ്തും ഇല്ലാ ഖലീല, നിങ്ങൾ ഒരു ചെറിയൊരു സെക്കൻഡിന്റെ അംശം മാത്രമേ നിങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. സൂറത്ത് നഹ്ലില് അള്ളാഹു അന്ത്യനാളിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ത്യനാളിനെ കുറിച്ച് വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ എല്ലാ രഹസ്യങ്ങളും അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദി വമാ അംറുസ് സാഅതി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖറബ്. അന്ത്യനാളിന്റെ സമയം എന്നത് അതൊരു നിമിഷം മാത്രമാണ്, അല്ല ഒരു മിഴി ചിമ്മി തുറക്കുന്ന സമയം മാത്രമല്ല, അല്ല അതിനേക്കാളും വേഗതയോടുകൂടി സംഭവിക്കുന്ന ഒന്നാണെന്നാണ്. അപ്പൊ നമ്മളൊരു മിഴി ചിമ്മി തുറക്കുന്നതിനേക്കാളും വേഗതയോടുകൂടി സംഭവിക്കുന്ന ഒന്നാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന, നിങ്ങൾ എണ്ണുന്ന സമയമല്ല പടച്ച തമ്പുരാന്റെ അടുക്കലുള്ള സമയം എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഈ മിഴി ചിമ്മി തുറക്കുന്നതിനേക്കാളും വേഗതയുള്ള ഒരു സമയത, അത് മനുഷ്യനെ ഭ്രംശനം കൊള്ളിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സമയത്തിന്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റ് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ സെക്കൻഡ് ചെയ്യുന്ന ഒന്നിൽ നിന്ന് നമ്മൾ സമയം പറഞ്ഞത്. കലംഹിൽ ബസ്വരി ഔ ഹുവ അഖ്റബ്, അതിനേക്കാളും വേഗതയിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്ന, അതിനോട് തൊട്ടടുത്ത് പറഞ്ഞു വെക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ, ഒന്നും അറിയാത്തവരായി നിങ്ങളമ്മമാരുടെ ഗർഭാശയത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കൊണ്ടുവന്നു, എന്നിട്ട് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകി. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്തുകൊണ്ടാണ് കേൾവി, കാഴ്ച, ഹൃദയം എന്നുള്ളതിനെ അള്ളാഹു അടിക്കടി പറയുന്നത് നമ്മൾ പറയണ്ടായി. അപ്പൊ നമ്മളെ കുറിച്ച് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ഈ ആയത്ത് നമ്മൾ എത്ര കാലമായി ഓതിപ്പോണ്. നമ്മൾ ഇതുമായിട്ട് നമ്മളെ ജീവിതത്തെ നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഞാനൊരു നിമിഷത്തേക്ക് വേണ്ടി മാത്രം വന്നവനാണ് എന്നുള്ളൊരു ബോധം ഈ അസ്ഹാബുൽ കഹ്ഫിനെ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓല് പറയുന്ന വർത്തമാനത്തെ അള്ളാഹു എടുത്തുതിരിക്കുകയാണ്. ദീർഘമായി നമുക്ക് മുമ്പിൽ ഉറങ്ങിക്കിടന്ന ഒരു മനുഷ്യരെ ശരീരത്തിന് ഒരു മാറ്റവും ഇല്ലാതെ എഴുന്നേറ്റ് വന്നുകൊണ്ട് നമ്മളെ മുമ്പിൽ വെച്ച് നടത്തുന്ന സംഭാഷണത്തെ അള്ളാഹു നമുക്ക് പുനരാവിഷ്കരിച്ച് നൽകുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യാണ്. ആ വിലയിരുത്തലിനെ ഭംഗിയായി വിലയിരുത്തുവാൻ അതോടൊപ്പം അള്ളാഹു പല ജീവിത പിന്നെ അഗാധമായ ചിന്തകളെയും നമുക്ക് മുമ്പിൽ വെച്ച് തരികയാണ്. നിങ്ങൾ എത്ര വർഷം ജീവിക്കണോ? നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ജീവിക്കണില്ല. ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, അള്ളാഹു പറയാണ് നമ്മൾ പടച്ചോനെ ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ ഫസ്അലിൽ ആദീൻ, നിന്റെ കണക്കെടുപ്പുകാരോട് നീ ചോദിക്കുക. ലബിസ്തും ഇല്ല ഖലീല, ഒരു സെക്കൻഡ് മാത്രമേ നിങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. ഇവിടെ അസ്ഹാബുൽ കഹ്ഫ് 309 വർഷം അവര് ഉറങ്ങിക്കിടന്നിട്ട് അവർ പറയുന്ന അതേ വർത്താനം നമ്മൾ പറയും. അപ്പൊ അവർ പറയാ ഖാലൂ റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, നിങ്ങൾ എത്ര വർഷം ഇവിടെ ഉറങ്ങിക്കിടന്നു എന്നുള്ളത് നിങ്ങളെ റബ്ബിനറിയാം. അതിനാല് ലബിസ്തും ഫബ്അസു അഹദക്കും ബിവരീഖിക്കും, നമുക്ക് ഇവിടെ നിന്നുള്ള ചർച്ച പിന്നെ അടുത്ത ആഴ്ച പറഞ്ഞാൽ മതിയോ? അപ്പൊ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വെറുതെ നമ്മൾ ഇങ്ങനെ ഓതിപ്പോയാ പോരാ. യൗമനൗ ബഅദ യൗം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കുറച്ച് വർത്താനം അള്ളാഹു അപ്പുറത്ത് പറയുന്നുണ്ട്, പലയിടങ്ങളിലും പറയുന്നുണ്ട്. അള്ളാഹു നമ്മളോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ അത്തരമൊരു ലോകത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ നേരത്തെ ഈ സൂറത്ത് നഹ്ല് പറഞ്ഞില്ലേ, അതൊരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. റസൂല പറയുന്നുണ്ട് ഞാനും യൗമുൽ ഖിയാമ ഇങ്ങനെയാണ്. പിന്നെ വിരൽ ഇങ്ങനെ അടുത്ത് പിടിച്ചിട്ട് റസൂലുള്ള ആ സംഭവം പറയുന്നുണ്ട്. അപ്പൊ വളരെ ചെറിയൊരു സമയമുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ഇതെല്ലാം വായിച്ചു പോകുമ്പോൾ അള്ളാഹു ഇത്തരം ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ടെന്നും അത് നമ്മൾ ഉത്തരം പറയുന്നുണ്ടെന്നും ആ ഉത്തരം നാളെ നമ്മൾ എഴുന്നേൽപ്പിക്കുന്ന ദിവസം നമ്മൾ തന്നെ പറയുന്ന ഒന്നാണെന്നും അതിനാല് ജീവിതത്തെ ഏറ്റവും നന്നായി കാണുകയും പഠിക്കുകയും
അതിന്റെ പൊരുളറിഞ്ഞ് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ബോധം നമ്മിലേക്ക് അള്ളാഹു നിക്ഷേപിക്കുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.